ഹായ് മക്കളെ, CBSE ക്ലാസ് 10th എക്സാം തുടങ്ങിയതിന് ശേഷം കുട്ടികൾ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്ന ഒരു കാര്യമാണ് ടൈം മാനേജ് ചെയ്യുന്നത്. എങ്ങനെ പരീക്ഷകൾ കറക്റ്റ് ടൈമിന് നമ്മൾ എഴുതി തീർക്കുക എന്നുള്ളത്. ആൻഡ് മക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും പറയുന്നൊരു കഥയാണ് ഉസൈൻ ബോൾട്ടിൻ്റെ. അതായത് നമ്മൾ ഇത്രയും കാലം എത്രമാത്രം എഫേർട്ട് എടുത്തു, എത്രമാത്രം നമ്മൾ പ്രിപ്പയർ ചെയ്താലും നമ്മളുടെ പരീക്ഷാ സമയത്ത് ആ ഒരു 3 മണിക്കൂർ നമ്മൾ എത്ര പെട്ടെന്ന് എത്ര കൃത്യമായിട്ട് എഴുതുന്നതിനനുസരിച്ചാണ് അൾട്ടിമേറ്റ് റിസൾട്ട് അല്ലേ. ഉസൈൻ ബോൾട്ട് എത്ര പ്രിപ്പയർ ചെയ്താലും ആ എന്താ പറയുക 100 മീറ്റർ റേസിൽ ആ ഒരു 10 സെക്കൻഡ് അവൻ എങ്ങനെ യൂസ് ചെയ്യുന്നതനുസരിച്ചാണ്. അതേപോലെ തന്നെയാണ് ടൈം മാനേജ്മെൻറ്റ്. നമ്മൾ എത്ര പഠിച്ചിട്ടും കാര്യമില്ല, എന്താണ് പ്രോപ്പർലി 3 മണിക്കൂറിൽ നമ്മളുടെ ടോപ്പിക്ക് ചെയ്ത് തീർക്കാൻ പറ്റണം, എഴുതി തീർക്കാൻ പറ്റണം. അതെങ്ങനെയെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. നിങ്ങൾ അവസാനം വരെ കാണുക. ആൻഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് വീഡിയോ ലൈക്ക് ചെയ്യണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക, അവർക്കും യൂസ്ഫുൾ ആവും. എടാ, ഫണ്ടമെൻ്റലി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് 3 മണിക്കൂറാണ് എക്സാം അല്ലേ. അതായത് 10:30 സ്റ്റാർട്ട് ചെയ്തിട്ട് എത്രക്കാണ് 1:30 അവസാനിക്കും. ആൻഡ് 3 മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 180 മിനിറ്റ് ആണ്. നമ്മൾ ആ 180 മിനിറ്റ് എടുക്കൂല, പകരം എന്താണ് നമ്മൾ 160 മിനിറ്റ്സിൽ എന്ത് ചെയ്യും, 160 മിനിറ്റ്സിൽ നമ്മൾ പരീക്ഷ തീർക്കും. അതായിരിക്കണം ഫസ്റ്റ്. ബാക്കി 20 മിനിറ്റ്സ് എന്ത് ചെയ്യണം, നമ്മളെ മാർക്ക് സ്കോർ ചെയ്യാൻ മാർക്ക് കൂട്ടാനുള്ള കുറച്ച് ടിപ്സുകൾ അത് ഏറ്റവും അവസാനം ഞാൻ പറഞ്ഞുതരാം. ഈ 160 മിനിറ്റ് ആണ് നമ്മളെ പരീക്ഷയെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് 80 മാർക്ക് പരീക്ഷ, നമ്മളെ മുന്നിൽ 160 മിനിറ്റ്. ചുരുക്കി പറഞ്ഞാൽ ഓരോ മാർക്കിനും ശരിക്കും നമുക്ക് എന്തുണ്ട്, നമുക്ക് 2 മിനിറ്റ് സ്പെൻഡ് ചെയ്യാണ്ട്. ഫണ്ടമെൻ്റൽ ലോജിക്ക് അതാണ്. ഒരു മാർക്കിന് നമുക്ക് എന്തുണ്ട് 2 മിനിറ്റ് സ്പെൻഡ് ചെയ്യണം. ഇത് നിങ്ങൾ അങ്ങോളം കീപ്പ് ചെയ്താൽ എന്തായിരിക്കും, നിങ്ങൾക്ക് 160 മിനിറ്റിൽ പരീക്ഷ തീർക്കാൻ പറ്റും അല്ലേ. അപ്പം ഇതെങ്ങനെയായിരിക്കണം ചെയ്യേണ്ടത്, നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഇംഗ്ലീഷ് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് എക്സാം സയൻസ് അല്ലേ. അപ്പോൾ സയൻസിൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഓക്കെ, നിങ്ങളിത് നോക്കുകയാണെങ്കിൽ സയൻസിൽ ആകെയുള്ളത് 5 സെക്ഷൻസ് ആണ്. 5 സെക്ഷൻസ് ആണ്. ഈ ആദ്യത്തെ സെക്ഷനിൽ 20 ക്വസ്റ്റ്യൻ ഉണ്ട്. 1 മാർക്കിൻ്റെ ചോദ്യമാണ്, ടോട്ടൽ 20 മാർക്ക്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ 20 മാർക്കിന് 40 മിനിറ്റ് വരെ നമുക്ക് എടുക്കുന്നതിന് കുഴപ്പമില്ല അല്ലേ. പക്ഷേ ഇവിടെ തന്നെ നിങ്ങൾക്കറിയാം, സയൻസിൻ്റെ കേസിൽ ആ ഒരു 1 മാർക്ക് ക്വസ്റ്റ്യനിൽ നമുക്ക് എന്തില്ല, ഒത്തിരി പ്രോബ്ലം സോൾവ് ചെയ്യുന്ന കാര്യങ്ങളൊന്നുമില്ല. ചോദ്യം വായിച്ചിട്ട് 1 മിനിറ്റിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാറുണ്ട്, അത് ആൻസർ ചെയ്യാൻ പറ്റാറുണ്ട് അല്ലേ. അപ്പം ആകെയുള്ള ലാസ്റ്റ് ഒരു അസേർഷൻ റീസണിങ് ഒക്കെ ചിലപ്പോൾ കൺഫ്യൂസിങ് ഉണ്ടാവും. അപ്പോൾ ശരിക്കും എന്ത് ചെയ്താൽ മതി, ഈ 20 ചോദ്യത്തിന് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഒരു 1.5 മിനിറ്റ് മാക്സിമം എടുത്താൽ മതി. അഥവാ 30 മിനിറ്റ്സിൽ നമുക്ക് ഈ 20 ചോദ്യങ്ങൾ തീർക്കാൻ പറ്റണം. മാത്സ് ആണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാത്സിലും ഇതേപോലെ തന്നെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ 2 മിനിറ്റ് 3 മിനിറ്റ് ഒക്കെ ചെയ്യാനുള്ളതാണെങ്കിലും ആ ക്വസ്റ്റ്യനിൽ എന്തോ ഒരു കാര്യം ഒളിഞ്ഞിരിപ്പുണ്ടാവും. ആ കാര്യം നമ്മൾ ചെയ്താൽ 1 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് തീർക്കാൻ പറ്റും. അതെന്ത് ചെയ്യും, നിങ്ങളെ മാത്സ് സോഷ്യൽ കഴിഞ്ഞിട്ടുള്ള സമയത്ത് എന്താണ്, ഹിന്ദിയുള്ളവർക്ക് ഹിന്ദി കഴിഞ്ഞിട്ട് അതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് 1 മിനിറ്റ് സോൾവ് ചെയ്യേണ്ട വീഡിയോ നമ്മൾ ചെയ്യും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ചാനൽ നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ 30 മിനിറ്റ് തീർക്കണം. ചുരുക്കി പറഞ്ഞാൽ 10:30 എക്സാം കഴിഞ്ഞാൽ 10:30 എക്സാം തുടങ്ങിക്കഴിഞ്ഞാൽ 11 AM കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നിങ്ങളുടെ സെക്ഷൻ എ നിങ്ങൾ തീർത്ത് വെക്കണം. അതിൻ്റെ ഉള്ളിൽ തീർക്കാൻ അത്രയും നമുക്ക് എന്തുണ്ടാവും, സമാധാനം കിട്ടും. ഇനി സെക്ഷൻ ബിയിൽ നമുക്ക് 6 ക്വസ്റ്റ്യൻസ് ആണ്, 2 മാർക്കാണ്, ടോട്ടൽ 12 മാർക്കാണ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, 24 മിനിറ്റ് ആണുള്ളത്. ഇതും 2 മാർക്കിനും ഒത്തിരി കാര്യങ്ങളൊന്നും നമുക്ക് എഴുതാനില്ല. ചോദ്യങ്ങൾ നമുക്ക് മനസ്സിലാവുകയാണെങ്കിൽ ഇതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു 20 മിനിറ്റിൽ നമുക്ക് തീർക്കാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ 11:20 ആവുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം, നമ്മളുടെ 20 സെക്ഷൻ ബിയും നമുക്ക് തീർക്കാൻ പറ്റണം. ഇതിൻ്റെ വേഴ്സ്റ്റ് കേസ് നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റും. ഏകദേശം എന്താണ്, ഒരു 11:30 കഴിഞ്ഞാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. 11:30 വരെ നമുക്ക് 64 മിനിറ്റ്സ് എന്തുണ്ട്, നമുക്ക് അവിടെ ഉണ്ട്. നിങ്ങൾ ഓരോന്നും ഇങ്ങനെ നോക്കുക. 11:20 ആയിരിക്കണം ബെസ്റ്റ് കേസ്. ആൻഡ് വേഴ്സ്റ്റ് കേസ് 11:30 വരെ പോകുന്നതിനും നമുക്ക് കുഴപ്പമില്ല. ഇതേപോലെ തന്നെ സി സെക്ഷനൊക്കെ ആകുമ്പോൾ നമുക്ക് 21 മിനിറ്റ് ആണെങ്കിലും 45 മിനിറ്റോളം നമുക്ക് ഇതെടുക്കുന്നതിന് കുഴപ്പമില്ല. 45 മിനിറ്റ് സി സെക്ഷനിൽ എടുക്കാം. അപ്പം അങ്ങനെ എന്താണ്, ഓൾമോസ്റ്റ് 12 മണിയോടുകൂടി നമ്മളുടെ സി സെക്ഷൻ തീർക്കണം. അതായത് നമ്മൾ 1.5 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് 50 മാർക്കിൻ്റെ മുകളിൽ നമ്മൾ സ്കോർ ചെയ്തിട്ടുണ്ടാവും. 1.5 മണിക്കൂറോടുകൂടി ഓൾമോസ്റ്റ് 50 മാർക്കിൻ്റെ മുകളിൽ നമ്മൾ സ്കോർ ചെയ്തിട്ടുണ്ടാവും. ആ ഒരു പേസ് നിങ്ങൾ കീപ്പ് ചെയ്യുകയാണെങ്കിൽ, ഇവിടെ നിങ്ങൾ നോക്കണം, 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യന് നമ്മളെന്താണ് 42 മിനിറ്റ്സിന് പകരം 45 മിനിറ്റ്സ് നമ്മൾ തന്നിട്ടുണ്ട്. ആൻഡ് ആ ഒരു പേസ് നിങ്ങൾ കീപ്പ് ചെയ്യുകയാണെങ്കിൽ പിന്നെന്തില്ല,
നിങ്ങൾക്ക് ടെൻഷൻ അടിക്കാനൊന്നുമില്ല. കാരണം നമ്മളെ മുന്നിൽ ആകെ ഇനി 6 ചോദ്യം കൂടെ ബാക്കിയുള്ളൂ. 6 ചോദ്യം കൂടെ ബാക്കിയുള്ളൂ. ഓൾമോസ്റ്റ് 1 മണിക്കൂറും കൂടെ നമുക്കുണ്ട്. ഓരോ ചോദ്യത്തിനും നമുക്ക് 10 മിനിറ്റിൻ്റെ മുകളിലെടുത്താലും ഓൾമോസ്റ്റ് ഇല്ല 12 എത്ര 1 മിനിറ്റ് ആകെ കൺഫ്യൂഷനല്ലോ 50 1.5 മണിക്കൂർ കഴിഞ്ഞ് അല്ല 1.5 മണിക്കൂറും കൂടെ നമുക്കുണ്ട്. അതിൽ 20 മിനിറ്റ്സ് നമ്മൾ ബഫർ ടൈം ആയതുകൊണ്ടാണ് 1 മണിക്കൂർ 10 മിനിറ്റ് നമുക്കുണ്ട്. 6 ചോദ്യങ്ങളേ ഉള്ളൂ. ഓരോ ചോദ്യത്തിനും 10 മിനിറ്റ് എടുത്താൽ പോലും നമ്മൾ എന്തില്ല കുഴപ്പമില്ല. അപ്പം ഇതിന് ഓരോന്നിനും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഒരു 30 മിനിറ്റ്സ് ഈച്ച് എടുത്താലും നമുക്ക് എന്തില്ല നമ്മുടെ പ്രശ്നങ്ങളില്ല. ഓരോ ചോദ്യത്തിനും എന്താണ് നമ്മൾ 10 മിനിറ്റ് വീതമാണ് എടുക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം ഇതായിരിക്കണം നിങ്ങൾ എല്ലാത്തിൻ്റെയും പ്ലാനിങ്. ഇപ്പം മാത്സിലാണെങ്കിൽ ചിലപ്പോൾ ഈ സെക്ഷനിൽ ചിലപ്പോൾ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അല്ലെ സോഷ്യലിൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അതുപോലെ നിങ്ങളൊന്ന് പ്ലാൻ ചെയ്ത് ആദ്യമേ വെക്കുക എന്നുള്ളതാണ്. ഇവിടെ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. നിങ്ങൾക്ക് മൈക്കൽ ഫെലിപ്സിനെ അറിയോ? മൈക്കൽ ഫെലിപ്സ് എന്ന് പറഞ്ഞാൽ ഉസൈൻ ബോൾട്ട് പോലെ തന്നെ, പക്ഷേ ഉസൈൻ ബോൾട്ടിനേക്കാൾ കൂടുതൽ എന്താണ് ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ കിട്ടിയ, എൻ്റെ ഓർമ്മ ശരിയാണ്, ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ ഗോൾഡ് മെഡൽ കിട്ടിയ വ്യക്തി മൈക്കൽ ഫെലിപ്സ് ആണ്. പക്ഷേ മൂപ്പര് നീന്തലാണ്, ഓസ്ട്രേലിയൻ താരം. അപ്പോൾ മൂപ്പര് പറയുന്നൊരു കേസുണ്ട്. അതായത് ഈ നീന്തുന്നതിൻ്റെ കേസിൽ ചില എഡ്ജ് കേസസ് സംഭവിക്കും. അതായത് നമ്മൾ അവിടെ അപ്പുറത്തെ പോയിന്റ് ടച്ച് ചെയ്ത് തിരിച്ചു വരുമ്പോൾ എന്തോ ഒന്ന് സംഭവിക്കുമ്പോൾ ആകെ കണ്ണിലൊക്കെ വെള്ളം കയറും. പിന്നെ കുറച്ച് സെക്കൻഡ് നമുക്കൊന്നും കാണാൻ പറ്റൂല. അപ്പം അത് സ്വാഭാവികമായിട്ട് ഇവരെ പേസിനെ സ്പീഡിന് എന്ത് ചെയ്യാറുണ്ട്, ബാധിക്കാറുണ്ട്. അപ്പം മൂപ്പര് പറയുന്നൊരു കേസ് ഈ കാര്യങ്ങളൊക്കെ എന്താണ് മൂപ്പര് അത് വിഷ്വലൈസ് ചെയ്യുന്നതാണ്. അതായത് കണ്ണിൽ വെള്ളം കയറുന്നു, അപ്പം എങ്ങനെയാണ് ആ കണ്ണിൽ വെള്ളം കയറി ചിലപ്പോൾ എന്തായിരിക്കും കണ്ണടച്ചുകൊണ്ട് എന്ത് ചെയ്യണം, അടുത്തൊരു 10 സെക്കൻഡ് നീന്തണം എന്നുള്ളതടക്കം മൂപ്പര് വിഷ്വലൈസ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ എന്ത് ചെയ്യണം, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സാധനം എന്ത് ചെയ്യണം, നിങ്ങൾ കറക്റ്റ് വിഷ്വലൈസ് ചെയ്ത് ടൈം സെറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇവിടെ ഇനി നമുക്ക് ഉണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എഡ്ജ് കേസസ് ആണ്. എഡ്ജ് കേസസ് എന്ന് പറയുമ്പോൾ സാറേ മുഴുവൻ ക്വസ്റ്റ്യൻസും എനിക്ക് അറിയണ്ടാവില്ല, നടുക്കുന്ന് തെറ്റിപ്പോവുക തുടങ്ങിയ പാർട്ടുകളാണ് അതിൽ വരുന്നത്. ഈ കാര്യങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്, അല്ലെങ്കിൽ നിങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ കൂൾ ഓഫ് ടൈം. നിങ്ങൾക്കറിയാം 15 മിനിറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കൂൾ ഓഫ് ടൈം നിങ്ങൾക്ക് തരുന്നുണ്ട് അല്ലേ പരീക്ഷയുടെ മുന്നേ. അപ്പോൾ ആ കൂൾ ഓഫ് ടൈമിൽ നിങ്ങൾ 2 കാര്യങ്ങൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ കൂൾ ഓഫ് ടൈമിൽ 15 മിനിറ്റ് 39 ക്വസ്റ്റ്യൻ ആണ് സയൻസിലുള്ളത്. ആ 39 ക്വസ്റ്റ്യൻ നിങ്ങൾ വായിച്ചു നോക്കണം. ആ വായിച്ചു നോക്കുമ്പോൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ആൻസർ കണ്ടുപിടിക്കാനൊന്നും അവിടെ നിങ്ങൾ നോക്കണ്ട. ക്വസ്റ്റ്യൻ ഇങ്ങനെ പോവാം, വേഗം പോവാം. കാരണം അത് MCQയിലൊക്കെ 1.5 മിനിറ്റ് നമ്മൾ ഇവിടെ വെക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നാമത്തെ കാര്യം, നമുക്ക് തീരെ അറിയാത്ത ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കണം. തീരെ അറിയാത്ത ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കണം. അത് ഏതൊക്കെയായിരിക്കും? അവിടെ തന്നെ MCQയിലാണ് തീരെ അറിയാത്തെങ്കിൽ, നിങ്ങൾക്കറിയാം MCQ തീരെ അറിയില്ലെങ്കിൽ എന്താണ്, ഒന്നങ്ങോട്ട് കറക്കി കുത്തലാണ്. അത് ആ ചോദ്യം വരുമ്പോൾ തന്നെ നിങ്ങൾ കറക്കി കുത്തിയിട്ട് അങ്ങ് പോവാം. പിന്നെ നമുക്ക് സമയമുണ്ട്, പിന്നെ ശരിയാക്കി എടുക്കാന്നൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് പിന്നെ അത് മാറ്റിയാൽ മതി, എന്നുള്ളത് B ആക്കിയാൽ മതിയല്ലോ. അപ്പം MCQ എന്ത് ചെയ്യണം, അപ്പം തന്നെ അങ്ങ് ചെയ്ത് തീർത്ത് കളയണം. ആദ്യത്തെ അരമണിക്കൂർ മുഴുവൻ MCQ നമ്മൾ ചെയ്ത് തീർത്ത് കളയണം. ഒന്നാമത്തത്. ഇനി MCQ അല്ലാത്ത ക്വസ്റ്റ്യൻസ് നമ്മൾ കറക്റ്റ് ഗ്യാപ്പ് ഇട്ട് വിടാനും നമുക്ക് പറ്റണം. അത് 25ാമത്തെ ചോദ്യം എനിക്ക് അറിയില്ല എന്നാൽ അതവിടെ സ്കിപ്പ് ചെയ്യുക. എന്നിട്ട് നമുക്ക് മുന്നേ, ഇതെന്തുകൊണ്ടാണ് ഞാൻ പറയാം, ചില കുട്ടികൾക്ക് ഒരു ധാരണ ഉണ്ട് ഈ ഓർഡറിൽ എഴുതി കഴിഞ്ഞാലൊക്കെ കൂടുതൽ മാർക്ക്. അങ്ങനെയൊന്നുമില്ല. ഓർഡറിൽ എഴുതി കഴിഞ്ഞാൽ ഒരു ഇംപ്രഷൻ കൂടുന്നുള്ളതൊക്കെ സത്യമാണ്. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം, 25ാമത്തെ ക്വസ്റ്റ്യന് വെറുതെ അവിടെ കുറേ നേരം എഴുതി സമയം കളഞ്ഞ് ലാസ്റ്റ് 5 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വിട്ടില്ല. ആ 5 മാർക്ക് നിങ്ങൾക്ക് പോവേ ഉള്ളൂ. എങ്ങനെ ആണെങ്കിലും അവസാനം നിങ്ങൾക്ക് കിട്ടേണ്ട മാർക്കൊക്കെ നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ തീരെ അറിയാത്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾ വിടാനുള്ള ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്, അവിടെ ആ ചോദ്യം എത്തുമ്പോൾ എന്താ, ഇതെനിക്കറിയില്ല നമുക്ക് പിന്നെ നോക്കാമെന്നുള്ള മോഡിലേക്ക് നിങ്ങൾ മാറണം. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, നിങ്ങൾക്ക് പരീക്ഷയുടെയൊക്കെ ആവശ്യത്തിന് സമയമുണ്ട്. അറിയാത്ത ക്വസ്റ്റ്യൻ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഇനിയും നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ പ്രശ്നങ്ങൾ എന്നുള്ളത് നിങ്ങൾക്കൊന്ന് കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് പോർഷൻസ് തീർക്കാൻ പറ്റാത്ത എന്താ പ്രോബ്ലം എന്നുള്ളത് നിങ്ങൾക്കൊന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതാണ് ഒന്നാമത്തെ കാര്യം, അറിയാത്ത ക്വസ്റ്റ്യൻസ് കൂൾ ഓഫ് ടൈം സെറ്റ് ചെയ്യണം. പിന്നെ രണ്ടാമത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സംഭവം എന്താ വെച്ചാൽ ഓർ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം, ഓർ ക്വസ്റ്റ്യൻസിൽ ഏതാ നിങ്ങൾ എഴുതുന്നത് എന്നുള്ളത് തീരുമാനിക്കണം. ഓൾമോസ്റ്റ് 33% ഓഫ് ക്വസ്റ്റ്യൻസിനും ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ ഏതാ എഴുതാന്നുള്ളതും നിങ്ങൾ ഈ കൂൾ ഓഫ് ടൈമിൽ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റും. അവിടെ വീണ്ടും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഇത് വായിച്ചു, ഇതാണോ നല്ലത്, ഇതാണ്. അത് ആദ്യമേ അങ്ങോട്ട് നിങ്ങൾക്ക് തീരും. കാരണം ഓരോ ക്വസ്റ്റ്യൻ്റെ കൂടെ തന്നെ എന്തുണ്ട്, ഓർ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഫിസിക്കലി ഡിസേബിൾ അല്ലെങ്കിൽ പിന്നെ ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് അതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊക്കെ എന്ത് ചെയ്യാൻ പറ്റണം, നിങ്ങൾക്ക് ജസ്റ്റ് ഇഗ്നോർ. പിന്നെ ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു, പിന്നെ കുറേ നേരം എന്താണ്, അയ്യോ എനിക്ക് അങ്ങനെയായിരുന്നെങ്കിൽ എന്ത് ചെയ്യായിരുന്നു, കുറച്ചും കൂടി മാർക്കറ്റ്, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ആ പാർട്ടൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് ചെയ്യാം.
ഓക്കെ റൈറ്റ്. ഇനി ഇവിടെ മറ്റൊരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറയാണ്. ഇവിടെ സ്കിപ്പ് ചെയ്യാം പിന്നെ മാറ്റി വെക്കാമെന്ന് പറയുന്ന പാർട്ടുണ്ടല്ലോ, അവിടെ ചില ചോദ്യങ്ങൾ എന്തായിരിക്കും എയും ബിയും പാർട്ട് ഉണ്ടാവും അല്ലേ, എ ക്വസ്റ്റ്യനും ബി ക്വസ്റ്റ്യനും ഉണ്ടാവും. ചിലപ്പോൾ എ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയായിരിക്കും, ബി അറിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, തൽക്കാലം ആ ക്വസ്റ്റ്യൻ അവിടെ മാറ്റി വെച്ച് ലാസ്റ്റ് എഴുതുമ്പോൾ ബി എ മാത്രം കിട്ടാതെ നോക്കുക, എന്നിട്ട് ബി കിട്ടുമെങ്കിൽ അത് പിന്നെ എഴുതുക എന്നുള്ള രീതിയിലും പിന്നെ എഴുതിയാൽ മതി. അങ്ങനെ ആകുമ്പോൾ പാർട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ആദ്യം വിചാരിച്ച ടൈമിനേക്കാൾ എന്ത് ചെയ്യണം, കുറച്ചും കൂടെ നേരത്തെ നിങ്ങൾക്ക് തീർക്കാൻ പറ്റണം. അതാണ് എന്തുള്ളത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്. ആൻഡ് ഏറ്റവും അവസാനം നിങ്ങൾ എന്താണ് മിനിമം ഒരു 20 മിനിറ്റെങ്കിലും നിങ്ങൾക്ക് കിട്ടും. പക്ഷെ നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തതുപോലെയാണെങ്കിൽ ഒരു 40 മിനിറ്റ്സോളം നിങ്ങൾക്ക് എക്സാം കഴിഞ്ഞിട്ട് ഒരു റൗണ്ട് എഴുതി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസിന് വല്ല സാധ്യതയുണ്ടോ നോക്കാം. എ ടൈപ്പ് എ എഴുതാൻ അറിയാം, ബി അറിയില്ലെങ്കിൽ ആ എ മാത്രം എഴുതുക, ബി എന്തെങ്കിലും എഴുതി വെക്കുക തുടങ്ങിയ കാര്യങ്ങളാണ്. അത് നമുക്ക് ഷുവർലി നമ്മൾ മിസ് ഔട്ട് ചെയ്ത സ്കിപ്പ് ചെയ്ത ക്വസ്റ്റ്യൻസിൻ്റെ കേസിൽ ഒരു തീരുമാനം എടുക്കാം. പിന്നെ രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ ക്വസ്റ്റ്യൻസിൻ്റെയും കറക്റ്റ് കാര്യങ്ങളല്ലേ എന്നുള്ളത് നോക്കി എന്താ 1 by 1 ഇങ്ങനെ ഒന്ന് ഓടിച്ച് പോവുക. ആൻഡ് ആ സമയമാകുമ്പോഴത്തേക്ക് നിങ്ങളുടെ തീർന്നിട്ടുണ്ടാവും. ഓക്കെ, അതായത് നമുക്ക് കിട്ടേണ്ട പരമാവധി മാർക്ക് ഈ ഒരു മോഡൽ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ടൈം മാനേജ്മെൻറ്റിൻ്റെ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് ഉണ്ടാവില്ല. ക്ലിയർ അല്ലേടാ? അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഒന്നാമതായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഓരോ സെക്ഷൻ വൈസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എത്ര മിനിറ്റ് നിങ്ങൾക്ക് എടുക്കുക എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ കൂൾ ഓഫ് ടൈമിൽ അറിയാത്ത ക്വസ്റ്റ്യൻ MCQകളാണ് അപ്പം തന്നെ മാർക്ക് ചെയ്യുക, അല്ലാത്തത് സ്കിപ്പ് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ ഓർ ക്വസ്റ്റ്യനിൽ ഏതാ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുക. ആൻഡ് ആ ലാസ്റ്റ് 40 മിനിറ്റ്സിൽ സ്കിപ്പ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആദ്യം ചെയ്ത് തീർക്കുക. പിന്നെ കൺഫ്യൂഷനുള്ള അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഓരോന്ന് ഓർഡറിലൊന്ന് കറക്റ്റല്ലേ എന്നൊക്കെ ഒന്ന് വെരിഫൈ ചെയ്ത് പോവുക. അത്ര മാത്രമേ ചെയ്യണ്ടൂ. ആൻഡ് CBSE നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് 3 മണിക്കൂറിൽ പൂർണ്ണമായിട്ട് എഴുതി തീരാവുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക. നിങ്ങൾ നോർമലി ചെയ്താൽ ടെൻഷനില്ലാതെ ചെയ്താൽ നിങ്ങൾക്ക് തീർക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ കാണാം. ബൈ.